അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരുന്ന പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രൈബ് അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ട്രാൻസ്ലേഷൻ ജോബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. നമുക്കൊരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ഓഡിയോ ആകാം, വീഡിയോ ആകാം, അത് അവരുടെ ഇഷ്ടമാണ്. അവർ എന്താണോ തരുന്നത് അത് നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷിലുള്ള എന്തെങ്കിലും ഓഡിയോ ആയിരിക്കും തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസിൻ്റെ പിക്ചേഴ്സ് ആയിരിക്കും തരിക. അത് നമ്മൾ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. മറ്റൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്രഞ്ച് ആകാം, അറബിയൻ ആകാം, അങ്ങനെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലേക്കായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഗൂഗിൾ ട്രാൻസ്ലേഷനൊക്കെ ഉള്ള കാലത്ത് നമുക്കത് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ സൈറ്റ് ഏതാണെന്നും, എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ ജോയിൻ ചെയ്യണം, എത്ര രൂപ നമുക്ക് കിട്ടും, എങ്ങനെ വിഡ്രോവൽ ചെയ്യാം എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിൻ്റെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഓഡിയോ ബി എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത, നമുക്കിവിടെ ട്രാൻസ്ക്രിപ്ഷൻ ജോബുകൾ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷൻ ജോബ് എന്ന് പറയുന്നത് നമുക്ക് ഓഡിയോ തന്നിട്ട് അതിനെ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ ഗൂഗിളിൽ ഓഡിയോ ബി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന സൈറ്റാണ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഏൺ മണി ബൈ ഡൂയിങ് ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളൊരു ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓഡിയോ ബി പ്രൊവൈഡ് ഈസി ആൻഡ് ഫ്ലെക്സിബിൾ വർക്കിംഗ് വേസ് ഫോർ ദ ന്യൂ ജനറേഷൻ. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് എളുപ്പത്തിൽ ഫ്ലെക്സിബിളായിട്ടും ഈസി ആയിട്ടും ജോലി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഓട്ടോ ബി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വൈഡ് റേഞ്ചിലുള്ള ജോബ്സൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് കിട്ടുന്ന ജോബ് എവിടെ ഇരുന്നും എപ്പോൾ വേണേലും ഏത് സമയത്തും നമുക്ക് വർക്ക് ചെയ്യാം എന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിന് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. പേയ്മെൻറ്റ് ആർ മെയ്ഡ് വീക്കിലി ഓൺ ഓൾ കംപ്ലീറ്റഡ് ടാസ്ക്. നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീക്കിലി പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അത് നമുക്ക് പേപ്പാൽ അല്ലെങ്കിൽ പേയ്നോർ വഴി വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം പേപ്പാൽ വഴിയായിരിക്കും നമുക്ക് ക്യാഷ് കിട്ടുക. പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്തവർ അത് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതുമാണ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ജോബ് എന്ന് പറയുന്നത് ഓഡിയോ ട്രാൻസ്ക്രിപ്ഷനാണ്. ട്രാൻസ്ക്രൈബ് സ്പീച്ച് ഇൻറ്റു ടെക്സ്റ്റ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പം നമുക്ക് ചിലപ്പോൾ അവർ ഓഡിയോ തരും. ഓഡിയോ അയച്ചു തന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഉള്ളതെന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റേഷനാണ്. സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അവർ അയച്ചു തരുന്ന ഓഡിയോയെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വിഭജനം ചെയ്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വോയിസ് റെക്കോർഡിംഗ് ആണ്. വോയിസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അവർ അയച്ചു തരുന്ന ടെക്സ്റ്റിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഓഡിയോ ആക്കി കൊടുക്കുക. പിന്നുള്ളത് ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആയിരിക്കും. ആ ലാംഗ്വേജസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടുന്ന സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് എന്ന് പറയുന്നത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈനപ്പ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് അസൈൻമെൻ്റ് ആണ്. എ ഷോർട്ട് ടെസ്റ്റ് ആൻഡ് ക്യൂസ് വിൽ ബി ഹാസ് ഇവാലുവേറ്റ് യുവർ ലാംഗ്വേജ് സ്കിൽ. അപ്പം നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു ടെസ്റ്റ് നടത്തും, അല്ലെങ്കിൽ ഒരു ക്യൂസ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പാസ്സാകണം. അങ്ങനെ നമ്മൾ ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നുള്ളത് ട്രെയിനിങ് ആണ്. അവർ നമുക്ക് എന്ത് ചെയ്യും, ട്രെയിനിങ് തരും. ട്രെയിനിങ് എന്ന് വെച്ചാൽ അവരൊരു ഒരു ടാസ്ക് തരും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ആ ടാസ്കിനാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റ് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്യുന്ന വർക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും തരുന്നത്. ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. വീട്ടിലിരുന്ന് നമുക്ക് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ് വീക്കിലി നമുക്ക് പേപ്പാൽ വഴി അല്ലെങ്കിൽ പേയ്നോർ വഴി വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ഇവിടെ 3 ഡോട്ട് ലൈൻ ക്ലിക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബിക്കം എ ഫ്രീലാൻസർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ടാസ്ക് ടൈപ്പ് യുവർ ഇൻട്രസ്റ്റഡ് ഇൻ. നമുക്ക് ഏത് ടാസ്ക്കാണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ഏതിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, ട്രാൻസ്ക്രിപ്ഷൻ ആണോ ട്രാൻസ്ലേഷൻ ആണോ എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക്
സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജസ് അത് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സബ്മിറ്റ് കൊടുത്തിട്ട് മെയിൽ വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും. ടെസ്റ്റിന് ശേഷം എന്തുണ്ടാവും, ട്രെയിനിങ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു സൈറ്റാണ്. അപ്പം സൈറ്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഗൂഗിളിൽ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.